മാറാകട്ടെ. പ്രവാസൻ ബ്രദർ കെ ബാബു ലൈനിലുണ്ടല്ലോ? അതെ പാസ്റ്ററുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത നമ്മളൊരു ഗാനം ശ്രമിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് കർത്താൻദാസൻ ബ്രദർ കെ ബാബു ആണ്. തൻ്റെ ഗാനങ്ങളെ കുറിച്ച് ഞാനിവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് വളരെ കാതുകൾക്ക് ഇമ്പകരമെന്ന് മാത്രമല്ല ഹൃദയത്തിന് ആശ്വാസവും സന്തോഷവും പകരുന്ന ഗാനങ്ങളാണ് താൻ ഇപ്പോൾ കിടന്നു വന്നാലും പാടാറുള്ളത്. ഇന്ന് രാത്രിയിലെ ഗാനവും അതുപോലെ തന്നെ ആയിരിക്കട്ടെ. ദൈവനാമത്തിനായിട്ട് നമ്മളെല്ലാം വളരെ പ്രാർത്ഥനയോടുകൂടി ആകാംക്ഷയോടുകൂടി ആയിരിക്കും കർത്താൻദാസൻ പാസ്റ്റർ കെ ബാബുവിനെ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ഓക്ലോമ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചോളൂ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാം എൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസ്
റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കോടാകൂടി ഗോളമെല്ലാം പടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. കോടാകൂടി ഗോളമെല്ലാം പടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കൊക്കെയും ആനന്ദകാരണൻ, ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. സൃഷ്ടികൾക്കൊക്കെയും ആനന്ദകാരണൻ, ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമോ യും തീർത്തിയിടും നാൾ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമോ യും തീർത്തിയിടും നാൾ. ശീഘ്രം വരും എന്റെ കാന്തൻ, വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരും എന്റെ കാന്തൻ, വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിയിടുന്നു. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിയിടുന്നു. അന്യൻ പരദേശിയെന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. അന്യൻ പരദേശിയെന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. താങ്ക് യു. Amen. Praise God. Thank you so much for the beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ആ ഗാനം ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായി അത് നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവദാസൻ കെ ബാബുവിനോടുള്ള നന്ദി പ്രേരണനാമത്തിലുള്ള തരുണത്തിൽ അറിയിക്കുന്നു. തന്നെയും തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കൊടുത്ത താലന്തുകൾ ദൈവനാമത്തിനായി തുറന്ന് ഉപയോഗിക്കാൻ കർത്താവ് തന്നെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു വൺസ് അഗൈൻ. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മളോട് ദൈവവചനം പങ്കുവെക്കുന്നത് കർത്താവദാസൻ പാസ്റ്റർ ബിജോ കുര്യൻ ഫ്രം ഹൈദരാബാദ് ആണ്. ആദ്യമായിട്ടാണ് ഈ പ്രേരണയിൽ താൻ വചനം ശുശ്രൂഷിക്കുന്നത്.
ഹൈദരാബാദിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വൽപ്രദേശത്ത് വളരെ മനോഹരമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് ലൈനിൽ കടന്നു വന്നിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തന്നെ പരിചയപ്പെടുന്നതിലും വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവവേലയിൽ വ്യാപൃതരായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദൈവസേനയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള നിമിഷങ്ങൾ തന്നിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ അത് നമുക്ക് ശ്രോതാക്കൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി എന്നവണ്ണം ദൈവത്തിന്റെ ശബ്ദമായത് നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടതിനു വേണ്ടി നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസേനയിലായിരിക്കുമ്പോൾ കർത്താവദാസൻ പാസ്റ്റർ ബിജോ കുര്യനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഓക്കലഹോമ പ്രളയം പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചോളും. കർത്താവിന്റെ ധന്യമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പാദാന്തിയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. പ്രത്യേകാല ഓക്ലഹോമ പ്രയർ ലൈനിൽ വരുവാനും നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാനും ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തിന് നന്ദി പറയുന്നു. അതിന്റെ സാവകാശം ഒരുക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിനും പ്രത്യേകാൽ പ്രിയ റജിപാസ്ക്കും എന്റെ സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാല് ഈ പ്രയർ ലൈന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സാജൻ, അതുപോലെ തന്നെ കർത്താവിന്റെ ദാസി ബിജി, അവർക്കുള്ള പ്രത്യേകമായ നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന നല്ല ദർശനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ, അനേകർക്ക് ഈ പ്രയർ ലൈൻ ഒരു ആശ്വാസമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ റജിപാസ് മുഖാന്തരം പല പ്രയർ ലൈനിൽ ദൈവത്തിന്റെ വചന ശുശ്രൂഷിപ്പാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ആദ്യമായിട്ടാണ് ഈ പ്രയർ ലൈനിൽ വരുവാൻ ഇടയായി തീരുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം അല്പമായി പറയുന്നതിന് മുന്നമേ ചെറുതായി എൻ്റെ സാക്ഷ്യം ഒന്ന് പറഞ്ഞ് തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ബിജോ വി കുര്യൻ എന്നാണ്. എൻ്റെ സ്വദേശം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കട്ടപ്പനയ്ക്കടുത്ത് ആലടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ ജനന സമയം മുതൽ തന്നെ എന്നെ തകർത്ത് കളയുവാൻ ശത്രു വളരെയധികം പദ്ധതികൾ ഒരുക്കുവാനിടയായി തീർന്നു. ആക്ച്വലി ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിൽക്കേണ്ട ഈ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ട വ്യക്തിയല്ല. കാരണം അത്രമാത്രം പ്രതികൂലങ്ങളിലൂടെ, അത്രമാത്രം പ്രതിസന്ധികളിലൂടെ, മരണകരമായ അനുഭവത്തിലൂടെ പലപ്പോഴും കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മമ്മി എന്നെ പ്രസവിക്കുന്ന ആ സമയത്ത്, ഇന്നത്തെ പോലെ ഹോസ്പിറ്റലിൽ സൗകര്യമൊന്നുമില്ലാത്ത ആ സമയത്ത് മമ്മി എനിക്ക് ജന്മം നൽകിയത് മമ്മിയുടെ വീട്ടിൽ വെച്ചാണ്. അങ്ങനെ എനിക്ക് ജന്മം നൽകി ഒരു 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 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, ജനന സമയത്ത് ആംബ്ലിക്കൽ കോഡ് കെട്ടി അവർ മുറുക്കി വെക്കും. അങ്ങനെ ആംബ്ലിക്കൽ കോഡ് കെട്ടി മുറുക്കി വെച്ച സമയത്ത് കെട്ടിവെച്ച ആ നേഴ്സ്, അല്ലെങ്കിൽ അന്നെന്തോ ഒരു സഹോദരിയായിരുന്നു, അത് ആ സഹോദരി ഭവനം വിട്ട് പോയി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ എൻ്റെ ആംബ്ലിക്കൽ കോഡ് അത് ഊരിപ്പോകുവാനിടയായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ മമ്മി എന്നെ ശ്രദ്ധിക്കുന്നില്ല, മറ്റാരും ശ്രദ്ധിക്കുന്നില്ല. മമ്മി ആ വേദനയിൽ ആ ബെഡിൽ കിടക്കുന്നു, എന്നെ മറ്റൊരു സ്ഥലത്താണ് കിടത്തിയിരുന്നതെന്ന് പറയുവാനിടയായി തീർന്നു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാച്ചൻ, മമ്മിയുടെ ആങ്ങള, എന്നെ കാണുവാൻ ആ റൂമിലേക്ക് വന്നപ്പോൾ കാണുവാൻ കഴിഞ്ഞത് എൻ്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ചോർന്നു പോയി. ആ റൂം മുഴുവനും ബ്ലഡിനാൽ തളം കെട്ടിക്കിടക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ അമ്മാച്ചന് കാണുവാനിടയായിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വളരെ ഭാരപ്പെട്ട് ഓടി കുറച്ച് ദൂരം പോയി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് ഓടി വന്നു. അദ്ദേഹം വന്ന് എന്നെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ ശരീരത്തിൽ ബ്ലഡ് മുഴുവനും ചോർന്നു പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കുകയില്ലായിരുന്നു. കാരണം എൻ്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും നഷ്ടമായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടു എന്ന് അവർ പറയുവാനിടയായി തീർന്നു. അവിടെ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. അങ്ങനെ ഹല്ലേലൂയ, ഞാൻ വളർന്നു വരികയാണ്. എന്നാൽ എൻ്റെ 5ാമത്തെ വയസ്സായപ്പോൾ മഞ്ഞപ്പിത്തത്താൽ ഞാൻ വളരെ ബാധിതനായി, വളരെ സീരിയസ് ആയി. ആരും ആ മഞ്ഞപ്പിത്തം അറിഞ്ഞില്ല.
ആ അവസാന മോമെന്റിനാണ് അറിഞ്ഞത് ആമേൻ മരണത്തിലേക്ക് വഴുതി വീഴുവാൻ പോകുന്ന ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ എന്നെ വിടുവിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്നും ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷിപ്പാനിടയായി തീർന്നു. അതിനുശേഷം എന്റെ 8ാമത്തെ വയസ്സ് മുതൽ എന്റെ 14ാമത്തെ വയസ്സുവരെ ഹല്ലേലൂയ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇയ്യോബിന്റെ തല മുതൽ പാദം വരെ ഹല്ലേലൂയ പരിക്കളാൽ ബാധിതനായി എന്ന് പറയുന്നത് പോലെ അവൻ 8ാമത്തെ വയസ്സ് മുതൽ എന്റെ 14ാമത്തെ വയസ്സുവരെ എല്ലാ വർഷവും ഒരു മാസം അവൻ എന്റെ ശരീരം മുഴുവൻ എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും പരിക്കളാൽ ബാധിതനായി. ഞങ്ങളുടെ നാട്ടിൽ അതിന് ചൊറി വരിക എന്ന് പറയും. ആമേൻ. ഒരു സൂചി കുത്തുവാൻ സ്ഥലമില്ലാത്ത നിലവാരത്തിന്റെ ശരീരം മുഴുവനും ആ പരിക്കളാൽ ബാധിതനായി എനിക്ക് ഇരിക്കുവാനോ എനിക്ക് കിടക്കുവാനോ നടക്കുവാനോ കഴിവില്ലാതെ ആകെ അസ്വസ്ഥനായി മുന്നോട്ട് പോയ ചില നാളുകളായിരുന്നു ആ സമയം. ഞാനിപ്പോഴും ഓർക്കുന്നു, എന്റെ ആമേൻ മമ്മി ആണ് എന്നെ ആ സമയത്ത് കുളിപ്പിച്ചിരുന്നത്. മമ്മി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ കൊടിയുണ്ട് ആമേൻ, ഈ പെപ്പർ ചെടി. ആമേൻ അതിന്റെ തണ്ട് ആമേൻ അടുപ്പിന്റെ അകത്തിട്ട് പഴിപ്പിച്ച് ആമേൻ അതിനുശേഷം ആമേൻ അത് ഇടിച്ച് ചകിരി പോലെ ആക്കി നല്ല ചൂടുവെള്ളത്തിലാണ് എന്നെ കുളിപ്പിക്കുന്നത്. എന്റെ ശരീരം ആ കൊടിയുടെ തണ്ടുപയോഗിച്ച് ആമേൻ മമ്മി തൂക്കുമ്പോൾ ഈ പരുവെല്ലാം ഇളകി, അതിന്റെ പൊറ്റയെല്ലാം ഇളകി ആമേൻ അത് ക്ലീൻ ആകും. മാത്രമല്ല എന്റെ ശരീരം മുഴുവനും അന്ന് ബ്ലഡ് കൊണ്ട് നിറയും. ഞാനും കരയും, മമ്മിയും കരയും. ആ ഒരു നിലവാരത്തിലേക്ക് ചില വർഷങ്ങൾ ആമേൻ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. ഞാൻ കഴിക്കാത്ത മരുന്നുകളില്ല, ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളില്ല. അത്രമാത്രം വേദനയിൽ ഭാരത്തിൽ മുന്നോട്ട് പോയി. എന്നാൽ 14ാമത്തെ വയസ്സിൽ എന്റെ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിപ്പാനിടയായി തീർന്നു. അങ്ങനെ ആമേൻ ഹല്ലേലൂയ എന്റെ വിദ്യാഭ്യാസം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. എന്റെ സെക്കുലർ സ്റ്റഡിക്ക് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ ആമേൻ പഠനത്തിന് വേണ്ടി കടന്നുപോയി. ഞാൻ പഠിച്ചത് ആമേൻ പാസ്റ്റർ കെ സി തോമസിന്റെ ബൈബിൾ കോളേജിലാണ്. ആമേൻ ട്രിവാൻഡ്രത്തുള്ള വേറൂർക്കടയിലുള്ള ITC ഫെയ്ത്ത് സെന്റർ ബൈബിൾ കോളേജിലാണ് ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചത്. ആമേൻ ഞാനവിടെ വചനം പഠിക്കുവാൻ പോയി. ആമേൻ എന്റെ 2ാമത്തെ വർഷമായപ്പോൾ എന്റെ കുടലിന് ആമേൻ അല്പമായ അസ്വസ്ഥത ഉണ്ടാകുവാനിടയായി തീർന്നു. കാരണം ഇന്നത്തെ പോലുള്ള സൗകര്യമല്ല അന്ന്. ആമേൻ ഭക്ഷണത്തിനൊക്കെ അവിടെ അല്പം ആമേൻ ബുദ്ധിമുട്ടായിരുന്നു. ഹല്ലേലൂയ. ഞാനായിരുന്നു ആ ബൈബിൾ കോളേജിലെ 3 വർഷത്തെ ലീഡർ. ആമേൻ അങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ആമേൻ ഫുഡ് കൊടുത്ത് അവർ കഴിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പല ദിവസങ്ങളിലും പട്ടിണി കിടന്ന് ആ ഒരു നിലവാരത്തിലായതുകൊണ്ട് എന്റെ കുടലിന് പ്രശ്നമുണ്ടായി. എനിക്ക് വെള്ളം കുടിക്കുവാനോ ആഹാരം കഴിക്കുവാനോ പറ്റത്തില്ലാത്ത നിലവാരത്തിൽ എന്ത് ആമേൻ എന്റെ വയറ്റിലേക്ക് എന്നാലും ആ സമയത്ത് ഞാൻ ഒമറ്റ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരുവാനിടയായി തീർന്നു. 2ാമത്തെ വർഷം പകുതിയായപ്പോൾ എനിക്ക് ഒരു നിലവാരത്തിലും ബൈബിൾ കോളേജിൽ നിൽക്കുവാൻ കഴിവില്ലാതെ വളരെ വേദനയാൽ ഭാരപ്പെട്ട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. ഭവനത്തിൽ ചെന്ന് എന്റെ പപ്പ എന്നെ കങ്ങഴ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. 7 ദിവസത്തോളം മൂക്കിലൂടെ ട്യൂബിട്ട് അവര് ലിക്വിഡ് എനിക്ക് തരുവാനിടയായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 1 വർഷത്തേക്ക് നിങ്ങൾ ഇനി കട്ടിയായ ആഹാരമൊന്നും കഴിക്കരുത്, പ്രത്യേകിച്ച് നിങ്ങൾ ഇനി ബൈബിൾ കോളേജിൽ പോകരുത്. കാരണം അത്രമാത്രം പ്രോബ്ലം നിങ്ങളുടെ കുടലിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. വളരെ ലഘുവായ ആഹാരം മാത്രം കഴിച്ച് 1 വർഷം വളരെ സൂക്ഷിക്കണമെന്ന് അവർ എന്നെ പറഞ്ഞിട്ടാണ് ഭവനത്തിലേക്ക് വിട്ടത്. 7 ദിവസം കഴിഞ്ഞു, ഡിസ്ചാർജ് ആയി, അല്പമാശ്വാസം തോന്നി. എന്നാൽ ആ 7 ദിവസം ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അവര് ലിക്വിഡായ ആഹാര പദാർത്ഥങ്ങളാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഞാൻ ഭവനത്തിൽ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിശപ്പ് തോന്നി. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ അല്പം ചോറ് മമ്മിയുടെ നിന്ന് വാങ്ങിക്കഴിച്ചു. അവരെല്ലാം പറഞ്ഞു, ഇല്ല അത് കഴിക്കരുത്, പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തരാത്ത. പക്ഷെ എന്റെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാൻ അല്പം ചോറ് മമ്മിയുടെ നിന്ന് വാങ്ങി കഴിച്ചു. എന്നാൽ എപ്പോൾ ഞാൻ ആഹാരം കഴിച്ചോ ആ സമയം മുതൽ വീണ്ടും പഴയതുപോലെ എനിക്ക് വേദന ഉണ്ടാകുവാനിടയായി തീർന്നു. എന്റെ പേരൻസ് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടു. ഞാൻ വീണ്ടും പഴയതുപോലെ നിലത്ത് കടന്നുരുളാനും ആ ഒരു നിലവാരത്തിൽ വളരെ അസ്വസ്ഥത എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചില് ഹല്ലേലൂയ ഉണ്ടായിരുന്ന പാസ്റ്റർ CC കുര്യൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, അദ്ദേഹം ഹല്ലേലൂയ ഭവനത്തിൽ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ വെക്കാം. ഹല്ലേലൂയ. എന്റെ പപ്പായും മമ്മിയും സമ്മതിച്ചു. അങ്ങനെ ഹല്ലേലൂയ പെട്ടെന്ന് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചു. ഹല്ലേലൂയ. 2ാമത്തെ ദിവസം എപ്പോഴും ഓർക്കുന്നു, 2ാമത്തെ ദിവസം ആദ്യത്തെ സെക്ഷനിൽ എല്ലാവരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ആത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ട് അന്യഭാഷയിൽ ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആ ആരാധനയിൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം
എന്റെ മേൽ വരുവാനിടയായി തീർന്നു. ആമേൻ. അന്ന് ആമേൻ ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് ആമേൻ ഒരു ബോധ്യം എനിക്ക് ആമേൻ ദൈവാത്മാവ് തന്നു. ഹല്ലേലൂയ. ആമേൻ. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ കറിയും കൂട്ടി വയറ് നിറച്ച ആഹാരം കഴിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ആ രോഗം എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ആമേൻ. അതിനുശേഷമാണ് ആമേൻ ഹൈദരാബാദിൽ വന്നത്. ഇവിടെ വന്നതിന് ശേഷം പലവിധമായ ആമേൻ രോഗങ്ങളിലൂടെ ആമേൻ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ ആമേൻ കടന്നു പോകുവാനിടയായി തീർന്നുവെങ്കിലും ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ച് ഇന്നയോളം നടത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ആമേൻ പറഞ്ഞതിന്റെ താല്പര്യം ഹല്ലേലൂയ ഒരു ഒരു ദൈവമൈതനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആമൻ ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ അവൻ കടന്നുപോയാലും ദൈവം തന്റെ ആമൻ പദ്ധതി അവന്റെ മേൽ നിറവേറ്റുവാൻ ഇടയായി തീരുമെന്ന് ഇന്ന് പകലിൽ ദൈവവചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നാം എല്ലാവരും പലവിധമായ വേദനകളിലൂടെ, പലവിധമായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ ആമേൻ ആമേൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കൊത്തവണ്ണം നമ്മോട് കരുണ കാട്ടുന്നവനായ ദൈവമാണ്. അവൻ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനായ ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ഒരു വേയിലേക്ക് അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്നു എന്ന് ഇന്ന് ഈ വൈകിയ സമയത്ത് ദൈവവചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഞാൻ വേഗം അധികം സമയമില്ലല്ലോ, വേഗം ഞാനൊരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ആമേൻ വചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അതിനാധാരമായി നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 5:1. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. ആമേൻ. ഹല്ലേലൂയ. ആ ഒരു ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. ഇവിടെ അവർ ഗദരദേശത്ത് അഥവാ അക്കരെ എത്തി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, 4-ാം അധ്യായം അവസാന വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, എത്തിക്കാതിരിക്കാൻ അഥവാ അക്കരെ എത്തിക്കാതിരിക്കാൻ, ഗദരദേശത്ത് എത്തിക്കാതിരിക്കാൻ അവിടെ യാത്രാ മധ്യേ ശത്രു പ്രവർത്തിച്ചതായി ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ താഴ്ത്തു വായിക്കുമ്പോൾ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരെ പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അങ്ങനെ ഒരു പ്രതികൂലത്തിലൂടെ കടന്നാണ് ഇവർ അക്കരെ ഗദരദേശത്ത് എത്തിയത് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കിക്കേ, ഹല്ലേലൂയ. അക്കരെ എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ, എങ്ങനെയെങ്കിലും ഗദരദേശത്ത് അക്കരെ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സന്ധ്യയായപ്പോൾ ഇവർ യേശുവിനെ കൂട്ടി പടകിൽ യാത്ര ചെയ്തത്. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, വഴിമധ്യേ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഹല്ലേലൂയ. ഒരു നിലവാരത്തിലും അക്കരെ എത്തുകയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് ശിഷ്യന്മാർ എത്തപ്പെട്ടു. കാരണം വലിയ ചുഴലിക്കാറ്റാണ് അവർ സഞ്ചരിച്ചിരുന്ന പടകിനെ ആഞ്ഞടിച്ചതെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. വലിയ പ്രതികൂലമുണ്ടായി എന്ന് എഴുതി. വലിയ പ്രതികൂലമുണ്ടായി. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ഇന്ന് വൈകിയ സമയത്ത് ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിത പടക് അക്കരെ എത്തുന്നതിന് മുന്നമേ ഹല്ലേലൂയ ഇടയ്ക്കു വെച്ച് തകർത്തു കളയത്തക്ക നിലവാരത്തിലുള്ള വലിയ പ്രതികൂല കാറ്റുകൾ ശത്രുവായവൻ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാമൻ ഈ വൈകിയ സമയത്ത് ദൈവവേദങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പടക് മുങ്ങിപ്പോകാതെ, നിങ്ങളുടെ ജീവിത പടക് നഷ്ടമായി പോകാതെ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ പടകിനെ നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് നിങ്ങളുടെ പടകിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ചപ്പോൾ, നശിച്ചു പോകുമെന്ന് ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ അവർ ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിനെ വിളിച്ചിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്.
ഹല്ലേലൂയ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. യേശു എഴുന്നേറ്റു. അവൻ പടകിൽ എഴുന്നേറ്റ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചതായി ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു വലിയ ചുഴലിക്കാറ്റുണ്ടായി. വലിയ ചുഴലിക്കാറ്റുണ്ടായെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. 39-ാം അധ്യായം അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുന്നു വലിയ ശാന്തതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ആത്മാർത്ഥമാണത്. അവൻ ജീവിതത്തിൽ വലിയ പ്രതികൂല കാറ്റാണ് ആഞ്ഞു വീശുന്നതെങ്കിൽ, വലിയ പ്രതികൂലമാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾക്കൊരു വലിയ ശാന്തത ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയത്, വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ ഹല്ലേലൂയ, ഒരു ശാന്തതയുണ്ടായപ്പോൾ അവർക്ക് വലിയ ശാന്തതയാണ് ദൈവം നൽകിയതെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ട് അവൻ വേദനയിലൂടെ, ഭാരങ്ങളിലൂടെ, നിരാശകളിലൂടെ കടന്നു പോകുന്ന ദൈവമിതങ്ങളെ അവൻ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നിങ്ങൾക്കൊരു വലിയ ശാന്തത നൽകുക എന്റെ ദൈവം ശക്തനായ ദൈവമാണെന്ന് ഇന്ന് ഈ വൈകിയ സമയത്ത് അവൻ തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ശാന്തതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് ഈ വൈകിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. പ്രതികൂലം ആമേൻ പിശാച് കൊണ്ടുവരട്ടെ. നിന്നെ തകർക്കത്തക്ക നിലവാരത്തിലുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷെ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മുടെ പടകിനെ നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വലിയ ശാന്തത നൽകുമെന്നുള്ള കാര്യം ഇന്ന് ഈ വൈകിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹല്ലേലൂയ. ആമേൻ. പ്രതികൂലം വലുതാണെങ്കിൽ ശാന്തതയും വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഹല്ലേലൂയ ശത്രു എത്ര വലിയ പ്രതികൂലത്തിൽ നാം കൊണ്ടുവന്നാലും നിന്നെ അക്കരെ എത്തിക്കാതിരിക്കാൻ, ഹല്ലേലൂയ, വഴിയിൽ വെച്ച് നശിപ്പിച്ച് കളയുവാൻ ഏതെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാലും ദൈവത്തിലെ ഭാരപ്പെടുന്നത് ഹല്ലേലൂയ പടകിനെ നിയന്ത്രിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വേഗം വേദവചനം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എസ്രായുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 31, 32 വേദവചനങ്ങൾ. എസ്രാ ചാപ്റ്റർ 8 verse 31 and 32. 8-ാം അധ്യായം അതിന്റെ 31, 32 വേദവചനങ്ങൾ. അവിടെ ഇപ്രകാരം വായിക്കുന്നു: യെരൂശലേമിൽ പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിൽ എത്തി. ഈ ഭാഗവും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. യെരൂശലേമിൽ എത്തിക്കാതിരിക്കാൻ, ഈ എസ്രായേയും കൂട്ടരെയും യെരൂശലേമിൽ എത്തിക്കാതിരിക്കാൻ അതിന്റെ പുറകിൽ വളരെ പ്രതികൂലങ്ങൾ അവർ സഹിച്ചതായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. വളരെ പതിയിരിപ്പുകാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. വളരെ പ്രശ്നത്തിലൂടെ, പ്രതികൂലത്തിലൂടെ അവർ കടന്നുപോയവരാണ്. പക്ഷേ നമ്മൾ വായിച്ച് നിർത്തിയ ഭാഗം അങ്ങനെ ഞങ്ങൾ യെരൂശലേമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെരൂശലേമിൽ എത്തിക്കുകയില്ല എന്ന് വാദിക്കുന്ന വാദഗതികൾ ഉണ്ടായിരുന്നു. യെരൂശലേമിൽ നിന്നെ കൊണ്ടെത്തിക്കുകയില്ല എന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ എസ്രാ പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ യെരൂശലേമിൽ എത്തുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹല്ലേലൂയ. ആ വേദവചനങ്ങൾ നമ്മൾ 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 21-ാം വാക്യത്തിൽ അവര് ഹല്ലേലൂയ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും തങ്ങൾക്കും തങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും സകല സമ്പത്തിനും വേണ്ടി ഒരു ശുഭയാത്ര ദൈവത്തോട് യാചിക്കേണ്ടതിന് ദൈവസ്ഥനിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ ആ അധ്യായത്തിൽ കാണുവാനിടയായി തീരുകയാണ്. ഹല്ലേലൂയ. ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി അവർ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഹല്ലേലൂയ അവർ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. ഹല്ലേലൂയ. യെരൂശലേമിൽ ഹല്ലേലൂയ എത്തിക്കാതെ വണ്ണം വളരെ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഉപവസിച്ചു. അങ്ങനെ ദൈവം അവരെ യെരൂശലേമിൽ എത്തിച്ചു എന്ന്
തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ വലിയ സമയത്ത് ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മെ അങ്ങ് എത്തിക്കാതിരിക്കേണ്ടതിന് നമ്മെ ശത്രു പലപ്പോഴും നമ്മെ പ്രവർത്തിക്കും. പലവിധമായ പ്രതിസന്ധികളുടെ ഒരുപക്ഷെ അവൻ നമ്മെ കടത്തിവിടാം. പക്ഷേ ഹല്ലേലൂയ, നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള കാര്യം ഇന്ന് ഈ വൈകിയ സമയത്ത് ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനായ യോസേഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു വലിയ വാഗ്ദത്തം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. ഹല്ലേലൂയ. പക്ഷേ ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് എത്തപ്പെടുന്നതിന് മുന്നമേ വലിയ പ്രതികൂലങ്ങളിലൂടെ, വലിയ പ്രതിസന്ധികളിലൂടെ അവന് ഹല്ലേലൂയ ചിന്തിക്കാത്ത നിലവാരത്തില്, യോസേഫ് സ്വപ്നം പോലും കാണാത്ത നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ യോസേഫിന്റെ ജീവിതത്തിൽ വന്നതായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ 17-ാമത്തെ വയസ്സിലാണ് ഹല്ലേലൂയ യോസേഫ് സ്വപ്നം കാണുന്നത്. എന്നാൽ ആ സ്വപ്നത്തിന്റെ നിവൃത്തിയിലേക്ക് ദൈവവനെ കൊണ്ടെത്തിച്ചത് അവന്റെ 30-ാമത്തെ വയസ്സിലായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. നീണ്ട 13 വർഷങ്ങൾ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. അവന്റെ സ്വപ്ന നിവൃത്തിയില് അവനെ എത്തിക്കാതിരിക്കുവാൻ പലപ്പോഴും ശത്രു പരിശ്രമിച്ചു. പലവിധമായ പീഡകളിലൂടെ അവൻ കടന്നുപോയി, പലവിധമായ വേദനയിലൂടെ കടന്നുപോയി. പക്ഷേ ആ വേദനയെല്ലാം മാറ്റി, ആ പ്രതികൂലമെല്ലാം മാറ്റി വലിയൊരു ശാന്തതയിലേക്ക് ഹല്ലേലൂയ സ്വപ്ന നിവൃത്തിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് യോസേഫിനെ കരം പിടിച്ച് കൊണ്ടുപോയതായി ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തതാണല്ലോ, ദൈവം എന്നോട് പറഞ്ഞതാണല്ലോ, പക്ഷേ ദൈവം പറഞ്ഞതുപോലുള്ള കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെ അല്ലല്ലോ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയും എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയായി തീരുമോ, ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നവരാണ്, ഭാരപ്പെടുന്നവരാണ്. ഇന്ന് ഈ വലിയ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സാഹചര്യങ്ങളെല്ലാം എത്ര പ്രതികൂലമാണെങ്കിലും, സാധ്യതകളുടെ പരിമിതി മൂലം ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണെന്ന് തോന്നാമെങ്കിലും ദൈവത്തിന് ചെയ്യുവാനുള്ളത് അവൻ തക്ക സമയത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടി ചെയ്യുന്ന ദൈവമാണ് എന്റെ ദൈവം എന്നുള്ള കാര്യം ഇന്ന് വൈകിയ സമയത്ത് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ പ്രതികൂലത്തിലൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, ഹല്ലേലൂയ, വേദനയിലൂടെ കടന്നു പോകട്ടെ. പക്ഷെ നീ ഭാരപ്പെടരുത്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. നിങ്ങളെ അക്കരെ എത്തിക്കുവാൻ കഴിവുള്ളവർ, നിങ്ങളെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിപ്പാൻ കഴിവുള്ള കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഈ വൈകിയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നോക്കിക്കേ, നീണ്ട 13 വർഷത്തിന് ശേഷമാണ് യോസേഫിന്റെ ജീവിതത്തില് ഹല്ലേലൂയ സ്വപ്നം നിറവേറുവാനിടയായി തീർന്നത്. ഈ 13 വർഷം ഏതെല്ലാം സാഹചര്യത്തിലൂടെയാണ് യോസേഫ് പോയത്? ഹല്ലേലൂയ. അവിടെയെല്ലാം വിശ്വസ്തനായി അവൻ ദൈവത്തിന് വേണ്ടി നിന്നു. അവിടെയെല്ലാം ഹല്ലേലൂയ പിറുപിറുക്കാതെ കർത്താവിന് വേണ്ടി അവൻ നിലനിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ വചനം പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ കാണിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യം ഇന്ന് ഈ വൈകിയ സമയത്ത് ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആക്ട്സ് ചാപ്റ്റർ 28 അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേദവചനം, ആക്ട്സ് ചാപ്റ്റർ 28 വേഴ്സ് 16, അവിടെ എഴുതിയിരിക്കുന്നു, റോമയിൽ എത്തിയ ശേഷം. നമുക്ക് ഈ ചരിത്രമെല്ലാം അറിയാവുന്നതാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സമയത്ത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഹല്ലേലൂയ യേശു അവനെ സന്ദർശിച്ചു. അവിടെ വെച്ച് ദൈവം ഹല്ലേലൂയ ഒരു വാഗ്ദത്തം അവന് നൽകിയതായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തം നൽകി. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, നീ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടവനാ, നീ റോമിൽ എത്തപ്പെടേണ്ടവനാണെന്ന് ഈ പൗലോസിനോട്
ആമേൻ ആമേൻ കർത്താവായ യേശുക്രിസ്തു പറയുന്നതായി ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയുടെ ഓരോ അധ്യായങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസിനെ റോമിൽ എത്തിക്കാതിരിക്കാനുള്ള പല സംഭവങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായതായി ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. സ്വജനക്കാർ പ്രശ്നമുണ്ടാക്കി, പള്ളിക്കാർ പ്രശ്നമുണ്ടാക്കി, വീട്ടുകാർ പ്രശ്നമുണ്ടാക്കി, ആമേൻ. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോയൊരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അവസാനം റോമിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ ഒരു വലിയ കപ്പൽഛേദം കൊണ്ടുണ്ടാക്കി കടലിൽ ആമൻ മുക്കിക്കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കി. പക്ഷെ വചനം പഠിപ്പിക്കുന്നു കപ്പലിനല്ലാതെ ആർക്കും ഒരു ഛേദവും സംഭവിച്ചില്ല. അങ്ങനെ അവർ രക്ഷപ്പെട്ട് മെലീസയിലെത്തി എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ആ 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ആമൻ പൗലോസ് റോമിൽ എത്തുവാനിടയായി തീർന്നു. നോക്കിക്കേ, ഹല്ലേലൂയ. ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തം, അവൻ നാളുകൾക്ക് മുൻപേ, വർഷങ്ങൾക്ക് മുൻപേ ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്, പൗലോസേ നീ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടവനാ. പക്ഷെ ഇത് കേട്ട പിശാച് ഇവനെ റോമിൽ എത്തിക്കാതിരിക്കുവാൻ, അതിന്റെ അവൻ മധ്യയെ വെച്ച്, വഴിമധ്യയെ വെച്ച് ഇവനെ തകർത്തു കളയുവാൻ ഏതെല്ലാം പദ്ധതികളാണ് ഒരുക്കിയത്. പക്ഷെ ഒറ്റ പദ്ധതി ശത്രുവിന്റെ നിറവേറിയില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ സ്ഥാനത്ത്, ദൈവം ഹല്ലേലൂയ ആഗ്രഹിച്ച സമയത്ത് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം റോമിൽ എത്തിച്ചു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ വൈകിയ സമയത്ത് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലം വലുതാണെങ്കിൽ ശാന്തത വലുതാണ്. ഹല്ലേലൂയ. നിന്നെ എത്തിക്കുകയില്ല എന്ന് വാദിക്കുന്ന വാദഗതികളുടെ മുൻപിൽ ഹല്ലേലൂയ ദൈവം നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ച് ദൈവനാമം നിന്നിലൂടെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ അവൻ മതിയായ ദൈവമാണെന്ന് ഇന്ന് ഈ ആമേൻ വൈകിയ സമയത്ത് ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. പൗലോസിന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായി. പക്ഷേ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ അവൻ വീണു പോയില്ല. അവൻ ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി അവന്റെ ജീവിതത്തിൽ അവൻ കണ്ടു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ ആമേൻ വൈകിയ സമയത്ത് ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നമ്മൾ തകർന്നു പോകരുത്, പ്രതിസന്ധികൾ നമ്മൾ തകർന്നു പോകരുത്. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ നമ്മൾ തകർന്നു പോകരുത്. ആമേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഈ പകലിൽ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ആയതുകൊണ്ടല്ലേ 124-ാം സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സാംസ് നമ്പർ 124, 124-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ആമേൻ, എന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, എന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, എന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവർ എന്നെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവർ നമ്മെ അവൻ വിഴുങ്ങിക്കളയുമായിരുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കഴിഞ്ഞ പ്രതികൂലത്തിന്റെ നടുവിൽ, ഞാൻ അനുഭവിച്ച വേദനയുടെ നടുവിൽ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വൈകിയ സമയത്ത് എനിക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയുകയില്ലായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ എന്നോട് എതിർത്തപ്പോൾ, വീട്ടുകാർ എനിക്കെതിരായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, ദേശക്കാർ ഹല്ലേലൂയ എന്നെ അപമാനിക്കുവാൻ ശ്രമിച്ചപ്പോൾ, ഹല്ലേലൂയ, ഞാനായിരുന്ന സ്ഥാപനത്തിൽ എന്നെ തകർത്തു കളയാൻ ശത്രു പദ്ധതി ഒരുക്കിയപ്പോൾ, അവിടെ എന്റെ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവൻ പണ്ടേ തകർന്നു പോകുമായിരുന്നു. പക്ഷേ യഹോവ എന്നോട് കൂടെയിരുന്നു. യഹോവ എന്റെ സഹായകനായി എന്നോട് കൂടെയിരുന്നു. യഹോവ എന്റെ പരിപാലകനായി എന്നോട് കൂടെയിരുന്നു. യഹോവ എനിക്ക് വേണ്ടി കരുതുന്നവനായി എന്നോട് കൂടെയിരുന്നു. അവൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവൻ എന്റെ പക്ഷത്തവൻ ഉണ്ടായിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ജീവനോടെ നിൽക്കുന്നു എന്ന് പറയുവാൻ
ഇന്ന് രാത്രിയിൽ എത്ര പേർക്കിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. അതോർത്ത് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവങ്ങളെ നമുക്ക് എല്ലാവർക്കും ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞു പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച കുറിവാക്യത്തിലെ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആ വാക്യത്തില് ഈ പ്രതികൂലമുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ആമൻ പടകിൽ തിര തള്ളിക്കയറി ഹല്ലേലൂയ മുങ്ങുമാറായപ്പോ ആമൻ ശിഷ്യന്മാര് ഗുരുവിനെ ഉണർത്തിയിട്ട് ഗുരുവിനോട് ആമൻ ചോദിക്കുന്ന ഒരു ചോദ്യം ആമൻ അവിടെ നമുക്ക് കാണുവാനിടയായി തീരും. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നോക്കിക്കേ, ഹല്ലേലൂയ. ഈ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുകയാ, ഹല്ലേലൂയ, നീ സുഖമായി കിടന്നുറങ്ങുന്നു, നീ ഒന്നും അറിയുന്നില്ല, പക്ഷേ ഞങ്ങൾ തണ്ടുവലിച്ച് അവൻ വലയുകയാണ്, ഞങ്ങൾ ആകുന്ന ഹല്ലേലൂയ കാര്യങ്ങൾ നോക്കി, പക്ഷെ ഈ പടകിനെ നിയന്ത്രിപ്പാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാ. ഹല്ലേലൂയ. ദൈവങ്ങളെ, അവൻ വചനം നമ്മൾ പഠിക്കുമ്പോ ഹല്ലേലൂയ, അവൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ വിചാരമുണ്ട് എന്നുള്ള കാര്യം വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാ, ഹല്ലേലൂയ, നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? ഞങ്ങളുടെ വേദന നീ കാണുന്നില്ലേ? ഞങ്ങളുടെ ഈ രോഗം നീ കാണുന്നില്ലേ? ഞങ്ങളുടെ കഷ്ടപ്പാട് നീ കാണുന്നില്ലേ? നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ എന്താണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്? എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ഹല്ലേലൂയ. എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ഹല്ലേലൂയ. നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ, നിങ്ങളുടെ വഴികളെക്കാൾ ഹല്ലേലൂയ എന്റെ വഴിയും എന്റെ വിചാരവും വലുതാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് വൈകിയ സമയത്ത് ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നാം വിചാരപ്പെടുന്നതിനേക്കാൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഈ വൈകിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. തന്റെ ഹല്ലേലൂയ പുണ്യാക രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്തവനായ സർവശക്തനായ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നമ്മെക്കുറിച്ച് വിചാരമുള്ളത്? അല്ലെങ്കിൽ ഒരു അപ്പൻ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ, ഒരമ്മ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ, ഒരു സഹോദരൻ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ, ഒരു പാസ്റ്റർ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ദൈവങ്ങളെ നമ്മൾ മറന്നു പോകരുത്. ആയതുകൊണ്ട് ഭാരപ്പെടരുത്, ആയതുകൊണ്ട് നിരാശപ്പെടരുത്. നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ കഴിവുള്ളൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവന്റെ കരങ്ങളിലെ പിടിച്ച് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ സന്തോഷത്തോടെ നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ചുരുങ്ങിയ ഒരു ഹല്ലേലൂയ വചന ചിന്തയാണ് ഇന്ന് രാത്രിയിൽ കേൾക്കുവാനിടയായിട്ടുള്ളത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വൈകിയ സമയത്ത് ഈ പ്രയത്നം എത്ര പേര് ശ്രമിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ പ്രതികൂലം എന്താണെന്ന്, നിങ്ങളുടെ ഭാരം എന്താണെന്ന്, നിങ്ങളുടെ രോഗം എന്താണെന്ന് എനിക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ കാണുന്ന ഒരു കണ്ണ് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ സമീപയുണ്ട്. വചനം പഠിപ്പിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, ആമേൻ ആമേൻ, നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. ആമേൻ, നീ എന്നെ മുഴുവനുമായി അറിഞ്ഞിരിക്കുകയാ. ഇന്ന് പകലിൽ നിങ്ങളുടെ സാഹചര്യം അറിയുന്ന ഒരു കർത്താവിനെയാണ് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. നിങ്ങളുടെ വേദന അറിയുന്ന ഒരു കർത്താവിനെയാണ് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും നിരാശരായിട്ട് ഇന്ന് രാത്രി ഈ വചനം ശ്രമിക്കുന്നുവെങ്കിൽ, അയ്യോ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ കേട്ടതുപോലുള്ള ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ അവസ്ഥയിലേക്കല്ലല്ലോ ഞാൻ നടന്നു നീങ്ങുന്നത്. ഹല്ലേലൂയ. എന്റെ സാഹചര്യം വളരെ പ്രതികൂലമാണല്ലോ, എന്റെ സാഹചര്യം വളരെ പ്രതിസന്ധിയിലൂടെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഭാരപ്പെടുന്നവരാണെങ്കിൽ, ഏതെങ്കിലും ഹല്ലേലൂയ വലിയ പ്രതികൂലത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ പ്രതികൂലം വലുതാണെങ്കിൽ ഒരു വലിയ ശാന്തത നിങ്ങളുടെ മുൻപിലുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ
പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ, ഓ ശമഹതുരാധക, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് അവന് രാത്രിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ കണ്ണുകളെ അടച്ച് ആത്മാവിൽ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ ഇറങ്ങി വന്ന്, ഇന്ന് രാത്രിയിൽ നമ്മുടെ സമീപെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ്, ഹല്ലേലൂയ, അവന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. ധാരാളം വാക്തത്വം കേട്ട വ്യക്തിയായിരിക്കാം നീ. ഹല്ലേലൂയ. ധാരാളം പ്രോമിസുകൾ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് കേട്ട വ്യക്തിയായിരിക്കാം നീ. പക്ഷെ ഇന്നുവരെ ഒന്നുപോലും നിറവേറുവാൻ കഴിവില്ലാതെ, ഹല്ലേലൂയ, എന്ന് എന്റെ ജീവിതത്തിൽ അത് നിറവേറും, എന്ന് എന്റെ ജീവിതത്തിൽ സാധ്യമാകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കുവാൻ നീ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നീ വിശ്വസ്തനായ ദൈവമാണ്. നിന്റെ സമയമാകുമ്പോ ഹല്ലേലൂയ എന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എന്നെ എത്തിക്കുവാൻ നീ മതിയായ ദൈവമാണ് കർത്താവേ. നീ എന്നെ സഹായിക്കുന്നതെന്ന് ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാതെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. റോമിലെത്തിക്കാതെ വണ്ണം ഹല്ലേലൂയ പൗലോസിനെ തകർത്തു കളയുവാൻ പലവിധമായ പ്രതികൂലങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ ഹല്ലേലൂയ അവസാനം ഹല്ലേലൂയ നശിച്ചു പോകുമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 27-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അതിനകം എഴുതി വെച്ചിരിക്കുന്നു, രക്ഷപ്പെടുമെന്നുള്ള സകല ആശയും നഷ്ടപ്പെട്ടവരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദൈവം അവരെല്ലാവരെയും രക്ഷിച്ചു. ഹല്ലേലൂയ. രക്ഷപ്പെടുമെന്നുള്ള സകല ആശയും നഷ്ടപ്പെട്ട് ആമേൻ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, നിങ്ങളെ ഹല്ലേലൂയ ഒരു മെലീസയിലെത്തിക്കുക, നിങ്ങളെ ഒരു മെലീസയിലെത്തിക്കുക. ഹല്ലേലൂയ. വാഗ്ദത്ത നിവർത്തിയുടെ റോമിലെത്തിക്കുക. എന്റെ ദൈവം മതിയായ ദൈവമാണെന്ന് ഇന്ന് ഈ രാത്രിയിൽ വിശ്വസിപ്പാനിടയായി തീരട്ടെ. ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി സ്തോത്രം. ഇന്ന് ആമേൻ ഈ വൈകിയ സമയത്ത് ഈ പ്രയത്നം വരുവാനും ആമേൻ ദൈവത്തിന്റെ വചനം അതിൽ തന്റെ ജനത്തോട് ആമേൻ സംസാരിപ്പാനും ദൈവം ഒരിക്കൽ നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് ഈ വൈകിയ സമയത്ത് ഈ പ്രയത്നം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിനെവരെയും സഹായിക്കണമേ. അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എങ്കിലും സകലത്തെയും അങ്ങ് അറിയുന്ന ദൈവമാകയാൽ നന്ദി പറയുന്നു. അവസ്ഥകൾക്ക് വലിയ വ്യതിയാനം കർത്താവ് നൽകണമേ. ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നിറവേറുവാനിടയാക്കുമാറാകണമേ. ഹല്ലേലൂയ. വലിയ പ്രതികൂലങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഒരു വലിയ ശാന്തതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരെ എത്തിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നാളുകളായി പല വാക്തങ്ങൾ കേട്ടിട്ടും ഇതുവരെയും ആ വാക്തത്വ നിവൃത്തിയിലേക്ക് എത്തപ്പെടാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം ആമേൻ അവരോട് പറഞ്ഞ വാക്തത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറി അവർ എത്തേണ്ട സ്ഥാനത്ത് അവരെ എത്തിക്കേണ്ടതിനായി ഇന്ന് ഹല്ലേലൂയ വൈകിയ സമയത്ത് ആത്മാർത്ഥതയോടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിൽ സന്തോഷിപ്പാൻ, യഹോവ എനിക്ക് വേണ്ടി വലിയ ചെയ്തു എന്ന് പറയത്തക്ക നിലവാരത്തിൽ എന്റെ കർത്താവ് അത്ഭുത ദൈവമാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ഈ പ്രയത്നം നിന്ന് ലീഡ് ചെയ്യുന്ന പ്രിയ റിജി പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവിനെ കുടുംബമായി മാനിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വീണ്ടും പകരണമേ. കർത്താവിന് വേണ്ടി വളരെ ശോഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഈ പ്രയത്നം ഇപ്പോഴുള്ള മറ്റെല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകാലം ഇതിന് നേതൃത്വം നൽകുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ ദാസൻ ഹല്ലേലൂയ സാജബ്രദനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ബിജുശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായി കർത്താവ് മാനിക്കണമേ. അവർ കർത്താവ് കൊടുത്തിരിക്കുന്ന വലിയ തീഷ്ണതയ്ക്കായി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളിൽ ഹല്ലേലൂയ ആമേൻ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവർ ഹല്ലേലൂയ ആമേൻ അങ്ങയുടെ ആമേൻ നാളോളം അത്
തിരക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് അല്ലെങ്കിൽ നിന്റെ മക്കളുടെ പ്രവൃത്തിയെ അങ്ങ് മാനിക്കണമേ. നിങ്ങളുടെ തങ്ങളുടെ അല്ലെങ്കിൽ പ്രവൃത്തിയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായവർ കർത്താവിന്റെ വേലയ്ക്ക് വീണ്ടും ചുമൽ കൊടുത്ത് ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ആമേൻ. ഹല്ലേലൂയ. അമേരിക്ക ദേശത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്ത് വലിയ ദൈവ പ്രവൃത്തി ഈ നാളുകൾ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് ഹല്ലേലൂയ ആയിരിക്കാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. സമസ്ത വിഷയങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു പാസ്റ്റേ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും കൽപ്പന്തകളും കർത്താവ് നമുക്ക് ഇടയാക്കിയല്ലോ. കർത്താവിന് ഒരു ജീവിതത്തെ കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ കർത്താവിന്റെ ദാസനായി സ്തോത്രം. മനോരമാകാനും പാടിയ മകനായി രാത്രികാലം പ്രളയം പങ്കെടുത്ത എല്ലാവർക്കുമായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കവിഞ്ഞു നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഈ രാത്രികാലം പ്രയർ ലൈനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ രാത്രികാലവും ചെയ്ത് നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you. Have a blessed day. Amen. Praise the Lord.